നമസ്കാരം. നമ്മൾ 5 മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് KVR മോട്ടോഴ്സ് ആണ് ബജാജ് ചേതക്ക് ഡീലർഷിപ്പ് എടുത്തിരിക്കുന്നത്. അപ്പം അവർ കസ്റ്റമേഴ്സിന് വണ്ടി കൊടുക്കുന്ന സമയത്തുള്ള ബില്ലിൽ കുറച്ച് ഉടായ്പ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ അന്ന് വീഡിയോ ചെയ്തിരുന്നത്. RTO കൈയോടെ അവരെ പൊക്കിയ കാര്യമാണ് നമ്മൾ അന്ന് സംസാരിച്ചത്. ആ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ ആദ്യം കണ്ടിട്ട് വാ, കുറച്ചേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് സിമ്പിൾ വണ്ണിനെ പറ്റി പറയാം കേട്ടോ. റിപ്പോർട്ടർ ന്യൂസ് ചാനലിൽ ഇന്നലെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഉപഭോക്താക്കളിൽ നിന്നും അനധികൃതമായി പണം ഈടാക്കുന്നതിനെ കുറിച്ചായിരുന്നു അത്. കോഴിക്കോട് വെസ്റ്റിയിൽ പ്രവർത്തിക്കുന്ന KVR മോട്ടോഴ്സിൽ നിന്നും ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയ പയ്യാനിക്കൽ സ്വദേശി സ്വരാഗാണ് അനധികൃത ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് RTOയ്ക്ക് പരാതി നൽകിയത്. ഇലക്ട്രിക് സ്കൂട്ടറിന് സർക്കാർ നിലവിൽ നൽകുന്ന 10,000 രൂപ സബ്സിഡിക്കായി രേഖകൾ നീക്കുന്നതിന് വേണ്ടി 1,416 രൂപയാണ് ഡീലർ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്നാണ് RTO കണ്ടെത്തിയിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് കസ്റ്റമേഴ്സിന് നൽകുന്ന സബ്സിഡിക്ക് പുറമെ 1 രൂപ പോലും നമ്മൾ പ്രോസസ്സിംഗ് ഫീസ് ആയിട്ടോ അതോ മറ്റു ഒരു തരത്തിലും നമ്മൾ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുപോലെ തന്നെ 5 മാസം മുന്നേ ബജാജ് ചേതക്കിന്റെ ഉടായ്പിനെ കുറിച്ചിട്ട് റിപ്പോർട്ടർ ചാനലിലും ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. കാരണം എല്ലാവരും ഈ കാര്യങ്ങൾ അറിയണം. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ ഡെലിവറി എടുത്ത സമയത്ത് അതിൽ നമുക്കറിയാമല്ലോ കോമൺ ആയിട്ട് കൊടുക്കേണ്ട പേയ്മെൻറ്റ് എന്തൊക്കെയാണ്, കൊടുക്കേണ്ടാത്ത പേയ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് 1,416 രൂപ അവർ ഇല്ലീഗലായിട്ട് ഈടാക്കിയതായിട്ട് കണ്ടു. സബ്സിഡി ഡോക്യുമെൻറ്റേഷൻ ചാർജ് എന്നാണ് അതിൽ ട്രാൻസാക്ഷൻ കാണിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ EVക്ക് സബ്സിഡി തരുന്നുണ്ട്, അത് ഗവൺമെൻറ്റാണ്. പക്ഷേ അതിനൊരു ഡോക്യുമെൻറ്റേഷൻ ചാർജ് ഇല്ല. കാരണം വേറെ EV വാങ്ങിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നേ. അപ്പോൾ അവരെങ്ങനെ നോക്കിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഡീലർഷിപ്പ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ട് നേരെ RTOയ്ക്ക് പരാതി കൊടുക്കേണ്ടായത്. അപ്പോൾ RTO ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഒരു 2.5 months എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അതിനകത്ത് വാങ്ങാൻ പാടില്ലാത്ത പൈസയാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. RTO അന്വേഷണത്തിൽ അനധികൃത ഫീസ് ഈടാക്കുന്നത് കണ്ടെത്തിയെങ്കിലും നടപടിയെടുക്കേണ്ടത് ഗതാഗത കമ്മീഷണറാണ്. RTO ഇക്കാര്യം ശുപാർശ ചെയ്തെങ്കിലും ഡീലർക്കെതിരെ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനാണ് ഗതാഗത വകുപ്പ് നിർദ്ദേശിക്കുന്നത്. അനധികൃത ഫീസ് ഉപഭോക്താവ് ചൂണ്ടിക്കാട്ടിയപ്പോഴും ഡീലർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് സിമ്പിൾ വണ്ണിന്റെ കൊച്ചി ഷോറൂമിൽ നിന്ന് അയച്ചെന്ന കോട്ടാണ് കേട്ടോ. ഇതിൽ PME ഡ്രൈവ് പ്രോസസിംഗ് ഫീസ് എന്ന് പറഞ്ഞിട്ട് 1,299 രൂപ ചാർജ് ചെയ്തിട്ടുണ്ട്. കുറെ പേർക്കൊക്കെ അറിയാം, എന്നാലും പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ PME ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന സബ്സിഡിയുടെ പേരാണ്. അതായത് പ്രൈം മിനിസ്റ്റർ ഇലക്ട്രിക് ഡ്രൈവ്. ഈ ഒരു കോട്ടില് സബ്സിഡി ഫീസിന് എവിടെ ഏതാണ്ട് PME ഡ്രൈവ് പ്രോസസിംഗ് ഫീസിന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്നാണ് കൊച്ചിയിലുള്ള ഷോറൂമിലുള്ള ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. ഈ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ 100% കൺഫർമേഷനും വേണ്ടിയിട്ടും ഞാൻ കൊച്ചി ഷോറൂമിൽ നിന്ന് സിമ്പിൾ വൺ വാങ്ങിച്ച ഒരു കസ്റ്റമറെ വിളിച്ചിട്ട് ബില്ലൊന്ന് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ താഴത്ത് കണ്ടില്ലേ, അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ PME പ്രോസസിംഗ് ഫീസിന് അവര് ഒരു പെന്നോണ്ട് എഴുതി ചേർക്കാണ് ചെയ്തത്. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ തന്നെ സിം ആക്ടിവേഷൻ പ്ലസ് PDI എന്നും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കൊട്ടേഷനിൽ അവർ കൊടുത്തിരിക്കുന്നത് PME പ്രോസസിംഗ് ഫീസിന് മാത്രമാണ്. സത്യത്തിൽ ഇതിന്റെ പേര് വഞ്ചന തന്നെയാണ്. കാരണം ജനങ്ങളെടുത്ത് നിന്ന് ഒരിക്കലും വാങ്ങാൻ പാടില്ലാത്ത കാശാണ് സിമ്പിൾ വൺ ഷോറൂം, അതായത് കൊച്ചി ഷോറൂമിൽ നിന്ന് ഇവരിപ്പം മേടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് സിമ്പിൾ വൺ എന്ന് പറഞ്ഞ കമ്പനി ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. കൊച്ചി ഷോറൂം നടത്തുന്ന ഒരു ഉടായ്പായിരിക്കും, അതിനാണ് സാധ്യത. എന്തായാലും ഇതിനെതിരെ സിമ്പിൾ വൺ ബുക്ക് ചെയ്ത ഒരു കസ്റ്റമർ രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെയില്, അതായത് ഇവരുടെ ഉടായ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കമ്പനിക്ക് ഡയറക്റ്റ് അയച്ചു കൊടുത്തിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ വ്യക്തി. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. അതായത് കസ്റ്റമേഴ്സിനെ വഞ്ചിക്കുന്ന കമ്പനികൾക്കെതിരെ നിങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കണം. ഇത് ബജാജ് ചേതക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കോട്ടാണ്. നിലവിൽ അവർ ആ ചാർജ് ഈടാക്കുന്നില്ല, സിമ്പിൾ വൺ മാത്രമാണ് ഈടാക്കുന്നത്. അതേപോലെ ബാക്കിയുള്ള എല്ലാ വണ്ടികളുടെ ബില്ല് ഞാൻ ചെക്ക് ചെയ്തതാണ്. TVS iQube ചെക്ക് ചെയ്താണ്, ഹീറോ മോട്ടോകോർപ്പ് വീഡിയോന്റെ ചെക്ക് ചെയ്താണ്, ഓലയുടെ ചെക്ക് ചെയ്താണ്, ഏത്തറിന്റെ ചെക്ക് ചെയ്താണ്. ഇവരൊന്നും സബ്സിഡിക്ക് പ്രോസസിംഗ് ഫീസ് വാങ്ങിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബില്ല് ചെക്ക് ചെയ്യുക. സബ്സിഡിയുടെ പേരിൽ നിങ്ങളുടെ അടുത്ത് പ്രോസസിംഗ് ഫീസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ബില്ലായിട്ട് നിങ്ങൾ അവരെ പോയി കാണാൻ കാശ് തിരിച്ച് മേടിക്കുക.